സ്കോട്ട്ലാൻഡിൽ എഡിൻബ്രയ്ക്ക് അടുത്തുള്ള ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തിൽ മോർലിഷ് വാക്ക് എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജ് പോലുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ദാണ്ട് ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താമസിക്കുന്നത്. ഇന്നിപ്പം ഡിസംബർ 22, ക്രിസ്മസ് ഇങ്ങ് അടുത്തു. അതുപോലെ തന്നെ ഇവിടെ സ്കോട്ട്ലാൻഡിലെ തണുപ്പും കൂടി വരികയാണ്. ഇതിപ്പോൾ മഞ്ഞൊന്നും വീണിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് ഇവിടെ നല്ല മഞ്ഞായിരിക്കുമെന്നാണ്. പക്ഷേ വെതർ കാസ്റ്റിൽ പറയുന്നത് ഈ വരുന്ന ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാവുമെന്നാണ്. എന്തായാലും ഇന്ന് ഡിസംബർ 22 നമ്മളുടെ വണ്ടിയൊക്കെ ഇവിടെ റെൻറ്റിന് എടുത്തു. ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലോങ് ഡ്രൈവാണ്. ഏകദേശം ഒരു 100-150 മൈൽ ദൂരം സഞ്ചരിച്ച് നമ്മൾ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും സംഭവമൊക്കെ കാണാനായിട്ടാണ് പോകുന്നത്. ഇതേവരെ നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും പോകാനുള്ള വണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഒരു ലോങ് ഡ്രൈവിന് തന്നെ പോവാണ്. പിള്ളേരെല്ലാം വണ്ടി കയറിയിട്ടുണ്ട്, എല്ലാവരും ഇതിനകത്തിരിപ്പുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളാണ്. സ്റ്റേ ട്യൂൺ. നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം കുറേ ദൂരം വന്നു. അബർഡീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു കാസിൽ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇൻ കേസ് അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ പരിസരമൊക്കെ കണ്ടിട്ട് വരും. ഇപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല റോഡുകളൊക്കെയാണ്. ചെമ്മരിയാടുകളും പുൽത്തകിടുകളും ഒക്കെ ഉള്ള ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റോഡിലൊന്ന് സൈഡാക്കിയതാണ്. ഇനിയും നേരെ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോവാം. ഇനി പോകാൻ ഏകദേശം 1.5 മണിക്കൂറുണ്ട്. എൻ്റെ ബാക്കിൽ നിന്നൊരു ഹായ് വന്നു. ജിഷ്ണു, നന്ദൂട്ടി, ആദികുട്ടൻ ഉറങ്ങുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇനി വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോവാണ്. ഇനി 84 മൈൽ 1 മണിക്കൂർ 28 മിനിറ്റ്. അപ്പോൾ ബാക്കി നമുക്ക് വിശേഷങ്ങൾ കണ്ടറിയാം. ഒരു കോഫി കുടിക്കാൻ വേണ്ടി സ്റ്റാർബക്സ് ഉണ്ട്. അപ്പം അവിടെ നിർത്തണം. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത തണുപ്പാണ് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. വലിയ തണുപ്പില്ല ദിവ്യ. ഇവിടെ വലിയ കാറ്റില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പതുക്കെ വണ്ടി നോക്കി പോണേ. വല്ലതും താഴെ പോവുമെന്തോ തുറന്ന്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയി. ഞാനും അകത്തേക്ക് പോവാണ്. ഇവിടെ വലിയ തണുപ്പില്ല. മെരി ക്രിസ്മസ്. ഞങ്ങളങ്ങനെ ഇതെല്ലാം മേടിച്ച് ഇവിടെ അവരൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകുട്ടനൊരു ബനാന മഫിൻ കഴിക്കുന്നു. ആദ്യകുട്ട ഹൗസ് ഇറ്റ്. നന്ദൂട്ടി ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ബനാന. ഹായ്, എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ പുറത്തോട്ടിരിക്കാം. ഓക്കെ, ബായ്. പുറത്താണെങ്കിൽ അധികം തണുപ്പൊന്നുമില്ല. ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത ലൊക്കേഷനിലേക്ക്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഫോർഡിൻ്റെ ഗാലക്സി എന്ന് പറയുന്നതാണ് ഈ ഒരു വണ്ടി. 7 സീറ്ററാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓരോ മണിക്കൂറിലും ക്ലൈമറ്റ് മാറി മാറി വരും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ഏകദേശം 136 മൈല് വണ്ടി ഓടിച്ച് ഡുനോട്ടാൾ കാസിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഐസ് പരുവത്തിലുള്ള തണുപ്പാണ് കേട്ടോ. നമ്മളിവിടെ വണ്ടി നിർത്തി അധികം ഒന്നും ആളുകളില്ല. ആ കാണുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആക്ച്വലി ലാസ്റ്റ് എൻട്രി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ വിസിറ്റേഴ്സ് ടൈം ഉണ്ടായിരുന്നു 2 മണിക്കായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു. നോർമലി ഇതാണ് അതിനകത്തേക്ക് കയറുന്നതിനുള്ള ടിക്കറ്റ്സ്.
ഫ്രീസിങ് കോൾഡാണ്. ബാക്കിൽ ആരാ ഓടി വരുന്നത്? ജിഷ്ണുവും കാർത്തി ഓടി വരുന്നുണ്ട്. ആദിക്കുട്ടന് ചെറിയ കഫക്കെട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും ഇതിലിറക്കിയില്ല. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതെ, അവിടാണ് കാസിൽ. ഓക്കെ, അങ്ങോട്ട് പോക്കോ. അതാണ് കാസിൽ. അകത്ത് കയറാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പുറത്ത് നിന്ന് കാണാം. ഓക്കെ, അതായത് ആ കാണുന്നത് കടലാണ്. അതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. നമുക്ക് നടന്ന് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ദാണ്ട നോക്കി. നന്ദൂട്ടിയും ജിഷ്ണുവും രജനിയും എല്ലാവരും താഴോട്ട് പോയി. നമ്മളിവിടെ പടി സൂക്ഷിക്കണം കേട്ടോ, തെന്നും. ഇവരൊക്കെ ഇവിടെ താഴെ വന്നിട്ട് എന്തോ കല്ല് വാരുന്നോ കക്ക വാരുന്നോ എന്തുവാടേ നിങ്ങൾ വാരുന്നേ? ഒരു പിടുത്തമില്ല. നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഈ കാസിലിൻ്റെ ഏറ്റവും താഴെ ഇവിടെ കടലിൻ്റെ അടുത്തെത്തി. ഇവിടെ പക്ഷേ മുകളിലുള്ള അത്ര തണുപ്പില്ല. ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ മുതുകൊക്കെ വിയർക്കുന്നൊരു തണുപ്പാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് പിള്ളേർ കുറച്ച് കല്ലൊക്കെ വാരിയെടുത്ത് മുകളിലോട്ട് പോവാണ്. നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. കാര്യം ഇവിടുത്തെ സമയം കഴിഞ്ഞു. 2 മണി വരെ ഇവിടെ അകത്തേക്ക് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. പിന്നെ 3 മണി വരെയാണ് മൊത്തത്തിൽ വിസിറ്റിംഗ് ടൈം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ മുകളിലോട്ട് പോവാണ്, അത് കഴിഞ്ഞ് വണ്ടിയിലേക്ക്. ഇന്ന് നമ്മൾ അവിടുന്ന് സ്കോട്ട്ലാൻഡിൽ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് ഈ ഒരു കാസിൽ കാണാനാണ് വന്നത്. ഡ്രോണിൻ്റെ അധിക ഷോട്ടൊന്നും എടുത്തില്ല, വളരെ കുറച്ച് ഷോട്ടേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ലൊക്കേഷൻ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ UK സ്കോട്ട്ലാൻഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വരാനായിട്ട് ഈ ലൊക്കേഷൻ ഞാനൊന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജിത്ത് ആൻഡ് ദർശന സൈനിങ് ഓഫ്. ബൈ.